ദേശീയപാതയിൽ മണ്ണിടിഞ്ഞ് വീടുകൾ നഷ്ടമായ ഇടുക്കി അടിമാലി ലക്ഷം വീട് നിവാസികൾ നടത്തുന്ന സമരം 10 ദിവസം പിന്നിടുന്നു. പ്രദേശത്ത് വീണ്ടും മണ്ണിടിച്ചിൽ ഭീതി നിലനിൽക്കുന്നത് ആശങ്കയ്ക്ക് ഇടവരുത്തുകയാണ്. തങ്ങളുടെ ആവശ്യത്തിന് പരിഹാരം കാണാതെ സമരമുഖത്തു നിന്ന് പിന്മാറില്ല എന്ന നിലപാടിലാണ് സമരക്കാർ. അടിമാലി ലക്ഷം വീട് ഭാഗത്ത് മണ്ണിടിഞ്ഞ് വീട് നഷ്ടപ്പെട്ടവർ നടത്തുന്ന രാപ്പകൽ സമരം 10 ദിവസം പിന്നിടുന്നു. ഇതുവരെ തങ്ങൾക്ക് അനുകൂലമായ യാതൊരു നടപടിയും ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് സമരക്കാരുടെ പരാതി. കഴിഞ്ഞ ദിവസം മുതൽ പെയ്ത മഴയിൽ പ്രദേശത്ത് ചെറിയ രീതിയിൽ മണ്ണിടിഞ്ഞ് റോഡിലേക്ക് വീണിരുന്നു. മണ്ണിടിഞ്ഞ ഭാഗത്ത് വിള്ളലും കാണപ്പെട്ടത് ആശങ്ക സൃഷ്ടിക്കുന്നു. മണ്ണിടിഞ്ഞു വന്നാലും ഞങ്ങൾക്ക് നീതി പാലിക്കാതെ വരെ ഞങ്ങള് ഇവിടുന്ന് മാറുന്നതായിട്ട് ഉദ്ദേശമില്ല. ഇത് അധികാരികളാണ് എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം എടുക്കേണ്ട, അടിയന്തരമായി എടുക്കേണ്ട തീരുമാനമാണ്. ഇനിയും ഇവർ ഈ താമസപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. 10 ദിവസമായി, ഇന്നലെ വന്ന് ഞങ്ങൾ 10 ദിവസമായി. 10 ദിവസം കൊണ്ട് ഇവർ എന്തുകൊണ്ട് ഈ തീരുമാനം എടുക്കണില്ല എന്നുള്ളതാണ് നമ്മൾക്ക് ഇതുവരെ മനസ്സിലാകാത്തത്. തങ്ങളുടെ പുനരധിവാസത്തിൽ ഉചിതമായ നടപടിയുണ്ടാകാതെ സമരമുഖത്ത് നിന്ന് പിന്മാറില്ലെന്നാണ് കുടുംബങ്ങൾ പറയുന്നത്. വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. വാസയോഗ്യമല്ലാത്ത വീടുള്ള കുടുംബങ്ങൾക്കും 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം സർക്കാർ നൽകണമെന്ന കാര്യത്തിൽ ജില്ലാ ഭരണകൂടം കത്ത് നൽകി. മുടങ്ങിക്കിടക്കുന്ന 4 മാസത്തെ വാടക കുടിശ്ശിക ഉടൻ തന്നെ തീർക്കുമെന്ന് ദേവികുളം സബ് കളക്ടർ VM ആര്യ അറിയിച്ചു. പ്രദേശത്തെ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉചിതമായ നടപടി ഉണ്ടാകണമെന്നാണ് സമരക്കാരുടെ ആവശ്യം. അമൃത ന്യൂസ്, ഇടുക്കി.